ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. മാടനാശാനും കുട്ടിയമ്മയുമായിരുന്നു മാതാപിതാക്കൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന രണ്ട് കണ്ടുമുട്ടലുകളായിരുന്നു ചെമ്പഴന്തിക്ക് സമീപമുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. അതുപോലെ ഗുരുവിനെയും സ്വാമി വിവേകാനന്ദനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കാരണക്കാരനായത് ഡോക്ടർ പൽപ്പുവായിരുന്നു. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് 1888 പിന്നീട് അരുവിപ്പുറത്ത് ആരംഭിച്ച വാവൂട്ട് യോഗമാണ് പിന്നീട് SNDP യോഗത്തിൻ്റെ മുൻഗാമിയായി മാറിയത്. 1903 SNDP യോഗം സ്ഥാപിതമായി. ഇതിൻ്റെ ആജീവനാന്ത പ്രസിഡന്റായി ഗുരുവും സെക്രട്ടറിയായി മഹാകവി കുമാരനാശാനും ചുമതലയേറ്റു. ആശ്രമങ്ങളും പ്രശസ്തമായ സന്ദേശവും. 1912 അദ്ദേഹം വർക്കലയിൽ ശാരദാമഠം സ്ഥാപിച്ചു. കൂടാതെ പെരിയാറിൻ്റെ തീരത്ത് ആലുവയിൽ അദ്വൈതാശ്രമവും അദ്ദേഹം സ്ഥാപിച്ചു. ഈ അദ്വൈതാശ്രമത്തിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന തൻ്റെ ഏറ്റവും പ്രശസ്തമായ സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. കൃതികളും പ്രധാന സന്ദർശനങ്ങളും. ആത്മോപദേശക ശതകം, നിർവൃതി പഞ്ചകം, ദർശനമാല, ജാതിമീമാംസ, അർദ്ധനാരീശ്വര സ്തോത്രം എന്നിവയാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഡിസംബർ 30, 31, ജനുവരി തീയതികളിൽ നടക്കുന്ന പ്രശസ്തമായ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കി നിരവധി പ്രമുഖർ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. 1922 രവീന്ദ്രനാഥ ടാഗോറും 1925 ശിവഗിരിയിൽ വെച്ച് മഹാത്മാഗാന്ധിയും ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. ഒടുവിൽ 1928 സെപ്റ്റംബർ 20, അതായത് മലയാള വർഷം 1104 കന്നി 5 ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധിയായി.